നമസ്കാരം. പൃഥ്വി ന്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അട്ടപ്പാടിയിലേക്കാണ് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കിടിലൻ വൈബ് തന്നെയാണ് കേട്ടോ അട്ടപ്പാടിയിൽ ഇപ്പോൾ ഉള്ളൊരു വൈബ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരിയ ചാറ്റൽ മഴയുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് തന്നെ. അപ്പം മഴയും കോടയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് യാത്ര. ഒരു റിലാക്സേഷൻ മൂഡിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു വൈകുന്നേരത്തോടു കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ഇപ്പോൾ 4 മണിയായിട്ടുണ്ട്. പതിയെ നമ്മൾ മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. എന്തായാലും നല്ല തിരക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വണ്ടികളിൽ പോകുന്നത് കാണാൻ കഴിയുന്നത്. നേരിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ നമ്മൾ മിററിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് ആ 2 സൈഡിലുള്ള ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് തിരിച്ചു വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക ഫീലാണ്. കാരണം സിറ്റിയിൽ നിന്നൊക്കെ മാറി ഗ്രാമാന്തരീക്ഷത്തിൽ വരുന്ന സമയത്ത് ആ ഒരു പച്ചപ്പ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീല് തന്നെയാണ്. ഒരു മനസ്സിന് വളരെ കുളിർമ തരുന്ന കാഴ്ചകളൊക്കെയാണ്. ഇനി ഞങ്ങൾ പതുക്കെ നമ്മൾ റിസോർട്ടിലേക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ നമ്മൾ റിസോർട്ടോടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ റിസോർട്ടിൽ താമസിച്ച് നൈറ്റ് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുകയാണ്. തമ്പീസ് പറഞ്ഞിട്ടൊരു റിസോർട്ടാണ്. അപ്പോൾ ആ റിസോർട്ട് മുള്ളി റൂട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് നൈറ്റ് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമാണ് നമ്മൾ വെക്കേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി ഒരു ടീം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഈ വണ്ടിയിലുള്ളത്. അപ്പോൾ പോകുന്ന റോട്ടിൽ നമ്മൾ പതിയെ ഓരോ സ്ഥലങ്ങളിൽ നിർത്തിയിട്ടാണ് പോകുന്നത്. അവിടുത്തെ കാഴ്ചകളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ യാത്ര തിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സ്പോട്ടിൽ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നേരെ മുള്ളി റൂട്ടിലേക്ക് കയറിയിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് പുഴ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. പുഴയിൽ മലയ്ക്ക് നല്ല മഴയുണ്ടെന്നുള്ളത് മനസ്സിലായി. പോകുന്ന റിസോർട്ടിന് അടുത്തൊരു പുഴയുണ്ട്. അപ്പോൾ അവിടെ കുളിക്കാം എന്നൊക്കെയായിരുന്നു പ്ലാന്. നടക്കാൻ തോന്നുന്നില്ല. ട്രക്കിങ്ങിനും പോകണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ പോകാൻ കഴിയുമോ എന്നുള്ള സംശയമാണ്. എന്തായാലും നമ്മൾ പതുക്കെ കയറി തുടങ്ങി. അപ്പോൾ നല്ലൊരു ഫീലാണ് കേട്ടോ. നല്ലൊരു ഫീലാണ്. കാരണം മഴയും ഒരു നേരിയ ശക്തി, ഒരുപാട് മഴയില്ലേനും എന്നാലും ഒരു പകുതി മഴയുണ്ട്. അതുപോലെ ചെറിയ കോടയും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു ഈവനിങ് 6 മണിയോടുകൂടി ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റിസോർട്ട് എത്താറായിട്ടുണ്ട്. ഏകദേശം കുറച്ചും കൂടെ നമ്മുടെ റിസോർട്ടിലേക്കുള്ളൂ. പോകുന്ന വഴിയൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ. കാരണം ഈ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം നമ്മൾ റിസോർട്ടിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ റിസോർട്ടിൻ്റെ മുന്നിലേക്കാണ് പോകുന്നതാണ്. പക്ഷേ അല്ല, റിസോർട്ട് കുറച്ച് അപ്പുറത്താണുള്ളത്. നമുക്കൊരു വണ്ടി പാർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ ആണ്. ഈ ഒരു റിസോർട്ട് പുതിയ റിസോർട്ടാണ് തോന്നുന്നു. കംപ്ലീറ്റ് റിസോർട്ട് പുതിയതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കൂടെ തന്നെ പങ്കുവയ്ക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് തരണം, കമൻറ്റ് തരണം, നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൽ വിജയം. അപ്പോൾ നേരെ നമ്മൾ നടന്നു നീങ്ങുകയാണ്. ഒരു കുന്നൊക്കെ കയറിയിട്ട് വേണം നമ്മൾ റിസോർട്ടിൽ പോകാൻ. ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെയാണ്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. 2 വശത്തും ഒരു വനം, അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ റിസോർട്ടുള്ളത്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും ഈ ഒരു ആംബിയൻസ് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കിടിലൻ ആംബിയൻസ് ആണ്. ഏകദേശം ഒരു 6 മണി 6:15 കഴിഞ്ഞ് 6:00 അടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ടീം ഇവിടെ ഓൾറെഡി വന്ന് സെറ്റാണ്. നമ്മുടെ ഒരു ടീം സെറ്റാണ്. അപ്പോൾ അവർ കുറച്ച് നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വൈകി വരാം. എന്തായാലും ഈ ഒരു വ്യൂ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ്, ആംബിയൻസ് എന്താണെന്നുള്ളത്. ഒരു രക്ഷയില്ലാത്തൊരു ആംബിയൻസ് ആട്ടോ ഇവിടെ. നല്ല കോടമഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പകുതി